നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കെടുതി സാധാരണക്കാരന്റെ അടുക്കളയിലേക്കും എത്തുന്നു. സംഘർഷത്തെ തുടർന്ന് പെട്രോളിയം ഇറക്കുമതിയെ അത് സാരമായി ബാധിച്ചതോടെ സംസ്ഥാനത്തെ വാണിജ്യ ആവശ്യത്തിനുള്ള ദ്രവീകൃത പാചകവാതക വിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. ഗാർഹിക ആവശ്യത്തിനായുള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനികൾ. എന്നാൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് ഇതിനോടകം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ, UAE, ഒമാൻ എന്നിവയ്ക്കിടയ്ക്കുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെയാണ് ഇറക്കുമതി കുറഞ്ഞത്. അമ്പലമുകളിൽ BPCL ഭാരത് ഗ്യാസിന്റെ വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് പൂർണ്ണമായി നിർത്തി. ശനിയാഴ്ച മുതലാണ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ നീക്കം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടർ 5ഉം വാണിജ്യ സിലിണ്ടറുകൾ അടക്കം ഏതാണ്ട് 50,000-ഓളം സിലിണ്ടറുകളാണ് പ്രതിദിനം നിറച്ചിരുന്നത്. ഇതിൽ 12,000-ഓളം വാണിജ്യ സിലിണ്ടറുകൾ പൂർണ്ണമായും നിർത്തി. പ്രധാന വിതരണക്കാരനായ IOC ഉദയംപേർ യൂണിറ്റിന്റെ ഇന്ത്യൻ വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നതും നിർത്തിയിട്ടുണ്ട്. HPCLന്റെ ഇരുമ്പനത്തെ യൂണിറ്റിൽ HP ഗ്യാസിന്റെ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ നിറയ്ക്കുന്നതും ഭാഗികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ആശുപത്രികൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ മേഖലയിലേക്കുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ ഉൽപാദനം മാത്രമാണ് നിലവിൽ നടക്കുന്നത്. രാജ്യത്ത് ആവശ്യമുള്ള LPGയുടെ 60% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന റിഫൈനറികൾ ബോട്ടിലിംഗ് നടത്തി നൽകി വരുന്നതാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ 80% ഹോട്ടലുകളും വരും ദിവസങ്ങളിൽ അടച്ചുപൂട്ടേണ്ടി വരും എന്ന അവസ്ഥയിലാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഗാർഹിക ആവശ്യം ഉൾപ്പെടെ മുൻഗണനാ മേഖലകളിലേക്ക് പ്രകൃതിവാതക വിതരണം തിരിച്ചുവിടാൻ അവശ്യ വസ്തുക്കൾ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഗാർഹിക ആവശ്യത്തിന് പൈപ്പ് വഴിയുള്ള വിതരണം, ഗതാഗതത്തിന് CNG, LPG ഉൽപാദനം, പൈപ്പ് ലൈൻ, കംപ്രസർ, ഇന്ധനം എന്നിവയ്ക്ക് കഴിഞ്ഞ 6 മാസത്തെ ശരാശരി ഉപയോഗം എത്രയാണ് അത്ര തന്നെ ലഭ്യതയും ഉറപ്പാക്കണം. ഏതായാലും റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കണം. ഗാർഹിക ആവശ്യത്തിനുള്ള LPG ഉൽപാദനം 10% വർദ്ധിപ്പിക്കണം. കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള LPG, NNGയും എത്താൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പൂഴ്ത്തിവെപ്പ് തടയാൻ ലക്ഷ്യമിട്ട് LPG ബുക്കിംഗ് കാലയളവ് 21 നിന്നും 25 ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ്. ക്ഷാമം വിലയിരുത്താൻ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഒറ്റ ദിവസത്തെ റെക്കോർഡ് കുതിപ്പിൽ നിന്നും തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ആഗോള എണ്ണവില. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രന്റ് ക്രൂഡ് വില വിപണിക്ക് ചൊവ്വാഴ്ച $88.22 വരെ താഴ്ന്നിരുന്നു. പിന്നീട് തിരിച്ചു കയറി $92.24 വ്യാപാരം പുരോഗമിച്ചത്. തിങ്കളാഴ്ച വിപണിക്ക് $98.96 ക്ലോസിംഗ്. ഇറാനിലെ ആക്രമണം അധികം നീളില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന എണ്ണവില കുറയ്ക്കാനിടയാലും. എന്തായാലും ഇറാൻ അമേരിക്ക യുദ്ധം വരും ദിവസങ്ങളിൽ എന്തൊക്കെ കാണാമെന്നും കാത്തിരുന്നേനെ.